Relations Media Broadcasting presents and welcomes you Swayamvara Silk Super Couple Contest Grand Finale 2021. Relations Media Broadcasting presents Swayamvara Silk Super Couple Contest 2021 Grand Finale. Radio partner, Radio Mirchi, venue partner, Hyacinth Hotels and our hotel partner, Pua Island Lake Resort. So let's take a moment to talk about this Super Couple Contest program. Actually, Relations Media received a lot of entries, more than they expected, and they filtered and selected a lot of couples. And our photos and videos are in social media platforms like another. And again, they selected the top 10 finalists. അവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 10 super couples. And today I'm really excited that I can find the best one. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനെ super couple എന്ന് അറിയും. So to begin with and to deliver the welcome speech, I would like to welcome Managing Director of Relations Media, Mr. Nikhil N. onto the stage. All of you, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരു താങ്ക്സ് ആണ് ആദ്യം പറയാനുള്ളത്. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അതിനൊരു മനസ്സ് കാണിച്ച കണ്ടസ്റ്റൻസിനാണ്. നമുക്ക് വിജയവും പരാജയവും എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾ ഇതിൽ പങ്കെടുത്തതിന് ഉള്ളൊരു ആ ഒരു ധൈര്യം കാണിക്കുകയും നമ്മളെ ഇതിൽ പെർഫോം ചെയ്യാൻ എത്തിച്ചേരുകയും ചെയ്ത നിങ്ങൾക്കൊരു വലിയ താങ്ക്സ് ചെയ്യാൻ പറയുകയാണ്. അതുപോലെ തന്നെ റിലേഷൻസ് മീഡിയ ടീമിന്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരു താങ്ക്സ് ഞാൻ പറയുകയാണ്. നമ്മുടെ പ്രോഗ്രാം ചെയ്തതിൻ്റെ പിന്നിൽ നമുക്കൊരു ടീമുണ്ടായിരുന്നു. അതായത് നമ്മൾ 2 പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത് ഈ ലോക്ക്ഡൗണിൽ. അതായത് ഒന്ന് ലോക്ക്ഡൗൺ ബ്യൂട്ടി കോൺടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു. അതും ലോക്ക്ഡൗൺ സമയത്താണ്. ഇതും ആക്ച്വലി ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 3 മാസക്കാലം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അത് നമുക്ക് സാധിച്ചു. അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റീവ് ചിന്തയിലൂടെ എൻഗേജ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. ക്ലയന്റിനെയും അതുപോലെ റിലേഷൻസ് മീഡിയയും അതുപോലെ കണ്ടസ്റ്റൻസിനെയും എല്ലാം ന്യൂലി മാരീഡ് കപ്പിൾസിന്റെ ആ ഒരു യൂത്ത് ഐക്കൺ, അവരുടെ വെഡിങ് റിലേറ്റഡ് മൊമെന്റ്സുകളൊക്കെ കണ്ട് അങ്ങനെ സത്യം പറയാൻ നമ്മളൊരു പ്രത്യേക ഒരു മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ക്രിയേറ്റീവ്സിന്റെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ പറയാൻ എന്നെക്കാൾ ഒരാളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ പ്രവീൺ റാണ. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തും മീഡിയയുടെ തന്നെ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ്സിനെ കുറിച്ചുള്ള സ്പീച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത്ര മനോഹരമായി ആ ക്രിയേറ്റീവ്സിനെ കുറിച്ച് ഓപ്പണായിട്ട് പറയാൻ അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ നമ്മളൊരു ഭാഗ്യമാണ്. Thank you so much. I would like to welcome our chief guest, Dr. Praveen Rana, Managing Director of Safe and Strong Companies, over to the stage. Good evening. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വിളിച്ചടിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ മുഖം എനിക്ക് കാണുന്നില്ല. ആ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ എല്ലാവരും ആ മുഖത്തെ ചിരിയൊന്ന് കാണാനും. കാരണം കപ്പിൾസ് വളരെ എൻജോയ് ചെയ്തിട്ടല്ലേ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇന്ന് ഒരു നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരണം, ചീഫ് ഗസ്റ്റ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചീഫ് ഗസ്റ്റ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാം. എനിക്ക് ചീഫ് ഗസ്റ്റ് ആവുന്ന ആ ഒരു തലമൊന്നും എത്തിയിട്ടില്ല, എത്തട്ടെ അപ്പൊ ആവാന്ന് പറഞ്ഞു. അപ്പോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് നിഖിൽ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ലോകത്തേക്ക് ലൈഫ് ഡോക്ടർ എന്നത് ഇൻവെൻഷനായിട്ട് പുതിയൊരു കണ്ടുപിടുത്തമായിട്ട് ഞാൻ നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരണമെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോ അതെനിക്കൊരു അംഗീകാരമായിട്ട് തോന്നി. ആ ഒരു അംഗീകാരത്തിൻ്റെ ഉള്ളിലാണ് സത്യത്തിൽ കോൺഫിഡൻസോട് വിട്ട്
ഞാനിവിടെ ഈ വേദിയിൽ വന്ന് നിൽക്കും. അപ്പൊ നിങ്ങളും കൂടി എന്നെ പരിചയപ്പെടുത്തുന്നതിലൂടെയാണ്, നിങ്ങൾ കൂടി അറിയണം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് അറിയണം. അപ്പോൾ എന്തായാലും എനിക്ക് ഈ വേദി നൽകിയിട്ടുള്ള റിലേഷൻസ് മീഡിയയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിഖിലിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഞാൻ തുടങ്ങാം. Now I would like to welcome the station head of Radio Mirchi, Mr. Srinath, over to the stage. Good evening. Actually ഒരു 6 months back നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഈവന്റ് നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബിക്കോസ് ഓഫ് കോവിഡ്. ഐ തിങ്ക് വി ആർ വെയിറ്റിംഗ് ഫോർ ക്വൈറ്റ് സം ടൈം ആക്ച്വലി ഗെറ്റ് ടുഗദർ ഓർ കൈൻഡ് ഓഫ് an event actually. I am really happy that നമുക്ക് ഒരു ഈവന്റ് ചെയ്യാൻ പറ്റി, ഗെറ്റ് ടുഗദർ ചെയ്യാൻ പറ്റി, എസ്പെഷ്യലി all the relations media team and managing director Mr. Nikhil from Lions Swayambara Silks. And if you look at participation, last year the activity participation was really great. I think this contest we got about 50 plus participants. Namakku COVID protocols allow cheyumengi I think we should have got all the 50 on board for a bigger event. But I think we are supposed to do it only with 10 couples. I strongly believe that I think probably around December or probably in the month of March we will again get together for a bigger event actually. I think we should do a bigger event. That's what in our plan. I know that a lot of participants actually is practicing from today morning. ഒരുപാട് couples വന്ന് രാവിലെ morning തൊട്ട് they are actually trying to reverse themselves actually. So all the best for all the participants. So again, thanks to our clients Swayambara Silks, thanks to Relations Media, thanks to actually all the contestants for participating in this event. Super couple of the day competition. All the very best contestants. I'm so excited to see you all performing here. So നമുക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ടറിയാം ആർക്കാണ് ഗോൾഡ് റിംഗ് കിട്ടാൻ പോകുന്നത്. So all the very best. Let's move on to the performance. I would like to call upon the first contestant, Akhil and Abrami, over to the stage. തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം, അതിനിന്ദ്രനീലലയഭാവം. കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം. അമ്പിളിനാളം പതിമീട്ടുമൊരു തമ്പുരു പോലെ തൊഴോറാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനയുമ്പോൾ ധിത്തന ധിത്തന ധിര
ധിരന ധീരന ധിത്തന ധിത്തന ധിരന ധിത്തന ധിത്തന ധിരന ധിരന ധിത്തന ധിത്തന ധിരന തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ മെനയാം മനയാം നീരാടിയാടും നിറസന്ധ്യയിൽ Moving on, the second contestant, Hilal KG and Preeti. Please. ഇതിന് മുഴുവൻ താ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്താ കണ്ണുകൂട്ടരാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി താ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. ആഹാ, റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല, കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാവനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞ്? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസിനെ വിളിച്ചില്ല. ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് വെക്കാം. കൈ കാശുമല്ല ഇരിപ്പുണ്ടാ? എന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവനും നിനക്ക് തന്നില്ലേ? എട്ടനുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണൻകുട്ടി, എടോ ഇവർക്ക് മുഴുത്ത വട്ടാ. കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് വിളിച്ചോട് പോടോ. നാരായണൻകുട്ടി, താൻ വിളിച്ചോട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിക്കണ്ട. Third contestant, Mridul Murali and Shraddha AR. Please come to the stage. കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ദൂരക്കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക
കൊതിക്കും മാണിക്യ ചെമ്പഴുക്ക. So moving on, the fourth contestant, Sridevi and Siddharth. டைமுக்கு தானே வந்திருக்கீங்க? அதான் நான் ஏன் டைமுக்கு லேட்டா வந்தேன் தெரியுமா? உனக்காக பூ வாங்கிட்டு வந்திருக்கேன். பூவா? எஸ் எனக்கா? எஸ். என்னைக்கும் இல்லாம இன்னைக்கு ஏன் பூ வாங்கிட்டு வந்திருக்கீங்க? இல்ல அப்பா சம்பந்தமே இல்லாம திடீர்னு இன்னைக்கு ஏன் பூ வாங்கிட்டு வந்தீங்க? வச்சுக்க. என்ன பண்ணிட்டு வந்தீங்க? நான் ஒண்ணுமே பண்ணலடி. ஒண்ணுமே பண்ணலனா அப்புறம் எதுக்கு பூ வாங்கிட்டு வந்தீங்க? அப்போ 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 சொல்லுடி. வேற ஒரு பொண்ணு. ஐயோ 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 யாரு கேட்காத. ஐயோ மாமா. ஆத்தி டேய் எங்க போற? உள்ளதான். உள்ள நிலைமை சரியில்லை, அப்புறம் வரும். சத்தியமா நான் ஒண்ணுமே பண்ணலடி. என் மூஞ்சி உன்னை விட்டா யாருடி பாப்பா? லாஜிக் கரெக்ட் தான். ஆனா என்ன பண்ண? ஏதோ பண்ணல. இவனை நம்பாத ஷாலினி. ஊது. This is ridiculous ஐசே. ஊது. குடிக்கலடி. குடிக்கல அப்புறம் என்ன ஊது? ஓ ஸ்மெல் வருது. குடிக்கவே இல்ல, எப்படி வரும்? எனக்கு வருது. ஐயோ குடிக்கலடி. குடிச்சிருக்கீங்க. ஐயோ அப்பா. எனக்கு ஸ்மெல் வருது. என்ன பண்ணுவேன்? இந்த கர்ம புடிச்ச பூ. இந்த புருஷன் பொண்டாட்டி தொல்லை தாங்க முடியல. நம்ம என்ன தண்ணி கொடுத்தன போயிடலாமாப்பா? நம்ம ஏண்டா போனோம், அவங்கள அனுப்பிச்சிருவோம். A few moments later. உடம்பு கிடம்பு சரியில்லையாமா? இல்லையே. என்ன? இல்ல எப்ப பாரு ஓயாம கத்திக்கிட்டே இருப்ப, திடீர்னு சைலண்டா இருக்கியா? அதான் எனக்கே ஒரு மாதிரி இருக்கு. இல்ல உங்களுக்கு புது வேலை கிடைக்கிற வரைக்கும் கார்த்திகோட சம்பளத்தை வச்சு மட்டும் வீட்டை ரன் பண்ணணும். நானும் கிளினிக் போக ஆரம்பிக்கிறேன். சேச்சே அதெல்லாம் வேணாமா, சமாளிச்சுக்கலாம். எப்படி சமாளிப்பீங்க? எப்படி? நான் கஷ்டப்பட்டு MDS படிச்சது உங்க வீட்டு வேலையை மட்டும் செய்வா? எனக்கும் போர் அடிக்குது. நான் கிளினிக் போறேன். கண்ணாடியை கூட தொடச்சு போட மாட்டீங்களா? ஒரே ஃபிங்கர் பிரிண்டா இருக்கு. என்னால உன்னை புரிஞ்சுக்கவே முடியலடி. நான் ஒழுங்கா வேலைக்கு போய் குடும்பத்தை நல்லா பாத்துக்கிட்ட போது என் மேல எரிஞ்செரிஞ்சு விழுந்துகிட்டே இருந்தா, இப்ப வேலை இல்லாம வெட்டியா இருக்கேன். அந்த அக்கறையா காட்டுறேன். நான் அலோவ் பண்ணது வேலை இல்லாம வெட்டியா இருந்த ரகுவனை தானே? அந்த ரகுவனை தான் எனக்கு ரொம்ப பிடிக்கும். Fifth contestant, MS Mahesh and Shamita. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മൂടൽ മഞ്ഞിൻ കുളിരുള്ള പുലരിയിൽ പാറിപ്പാറി എന്നും എന്റെ കനവുകളിൽ വരവായി നീ ആയിഷ, വരവായി നീ ആയിഷ. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം.
പ്രിയമാം സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമാ. ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി. പൂവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ മുഖമെന്നെന്നും നീ അറിയൂ ആയിഷ. The sixth contestant, Divya and Shankar. കുറെ നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നു. ഇനി ആനയും അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് ഇരുന്നള്ളാൻ. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? ഇതിന് ഭയങ്കര ഭാരമല്ലേ? അതുകൊണ്ടായിരിക്കും പ്ലേറ്റിനോടെ കൊണ്ടുവരുന്നത്. എന്റെ വായനല്ലുവാ ഒഴുകട്ടെ. ആപ്പിള് അതെനിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ള ഊണിന് അല്ല ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല. ഇതും നിന്ന് വെള്ളം കുടിച്ചാൽ മതി. വേണേ ഏട്ടനോട് തരാം. അത് നിന്റെ മറ്റവനോട് കൊടുത്താൽ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്കൊന്നും ചെയ്തൊരാളല്ല കാശിനോട് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മല മറിക്കുന്ന പണി? മലയാളത്തിൽ ഇത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്നാ വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടി പോയ തർക്കുത്തരായിപ്പോ ഇതെന്തോന്നാണ് അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലി ചെയ്യാൻ നിനക്ക് എന്തോന്നാ ഇവിടെ കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആള് നോക്കണം. എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമെന്ന് വിളിക്കാം. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടുക്കളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണി ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടുന്നേ അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. അവനെ എനിക്കിപ്പോ ആരാണ് ഊണെന്താ റെഡിയാത്തതെന്ന്? രാവിലെ അരി അടുപ്പത്തിനാ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ അച്ഛൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അതും ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴിഞ്ഞ വെച്ച് അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തോട് എന്ന് പറഞ്ഞാൽ മതി. തന്തോട് തന്നെ പറഞ്ഞു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. ഒരു നേരം ഉണ്ടല്ലോ ഞാൻ ചത്തൊന്നും പോകല്ലോ. കള്ളിപ്പെണ്ണേ എന്നെ വിട്ടു പോകല്ലേ കള്ളിപ്പെണ്ണേ, നിനക്കുള്ളതാണ് നെഞ്ചകം തുറക്ക് നീ എൻ നെഞ്ചകത്തിൻ ജാലകം, ഉള്ളിനുള്ളിൽ ഇന്നായിരം പൊന്താരകം. കള്ളിപ്പെണ്ണേ വിട്ടുപോകല്ലേ നീ, ഹാ പോകാം പെണ്ണേ കഥങ്ങൾ താണ്ടി ദൂരത്ത്, ആരും തേടിയെത്താത്തൊരു തീരത്ത്, മൂവന്തിപ്പൊൻ സൂര്യൻ മെല്ലെ താഴും നേരത്ത്, ചേർന്നിരിക്കാം ഹാ. പെണ്ണേ ഉണ്ണിമായേ തഞ്ചത്തിൽ ഒപ്പന പാടിവായോ, തേനോറും എന്റെ പ്രേമം നീയേ, പാലിട്ട പഞ്ചസാര ചായ നീയേ, ഉപ്പിലിട്ട മാങ്ങ നീയേ, തെങ്ങിന്മേലെ തേങ്ങ നീയേ, നിറത്തിന്മേലെ മത്തി നീയേ, റോട്ടിന്മേലെ ടാറ് നീയേ. The eighth contestant, Denny Thomas and Leo, please. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടിയല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ് എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാര്യം ഇത് ബഹളം ഉണ്ടാക്കില്ല പ്ലീസ്. വേളൊന്നും ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. Wherever you go, I am there, Gada Jam. അയ്യേ, ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല? പറ്റില്ല.
എന്റെ ജാം ആരും മാറ്റി തിന്നണ്ട, ഞാൻ തിന്നോളാം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല 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 തരില്ല. അയ്യോ പ്ലീസ് അരുത്, ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോവരുത്. എന്ത് വേണമെങ്കിലും ചെയ്യൂ. ചെയ്യാം. അതെ വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ പറയരുത് പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. എന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ വേണ്ട പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. അയ്യോ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന് ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ടെൽ മീ. I love you. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. I love you. ഐ ലവ് യു. MD ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. എന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. MD കെട്ടിപ്പിടിച്ച്. It was amazing, Malay. So, the 9th contestant, Vishnu and Reshma. கடமழியில் கமலதளம் நடனால் புலரி மழா கடமழியில் கமலதளம் கவிழினையில் செல்கிறேன் நடனால் புலரி மழா பூஞ்சொடியில் புன்னாரம் கடமழியில் கமலதளம் கவிழினையில் சிந்தூரம் நடனால் புலரி மழா பூஞ்சொடியில் புன்னாரம் കന്നിപ്പൂ മാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ ഞാൻ നിനക്കായി ഒളിച്ചു വച്ചു. മൂക്കുത്തി കമ്മലിടും കൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തളഞ്ഞു നിന്നു. கடமழியில் கமலதளம் கடமழியில் கமலதளம் கவிழினையில் சிந்தூரம் நடனால் புலரி மழா பூஞ்சொடியில் புன்னாரம். ട്രാക്ക് മാറ്റി. ஆடி ஆத்தாடி உன்னை எனக்கு தனியாடி நீ பாதே நான் ஆதே சேர்ந்து புட்டா சிவ சிவஞ்சாடி அரசம்மாக அடக்கோமா துவச்ச துணிய துவக்கோமா ராம கதைய கேட்போமா பில்ல பழச்சு பாப்போமா ஏய்யம்மா 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 ஓயம்மா ஏய்யம்மா ஏய்யம்மா ஐயம்மா யம்மா 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 யம்மா. ഒരു power packed performance ആയിരുന്നു. So performance എല്ലാം കഴിഞ്ഞു. So let's take a small break so that the judges can make the final decision. Appo I'll go back, take the results and come back. To announce the results for Swayvara Silks Super Couple of the Day, I would like to welcome
the station head of Radio Mirchi, Mr. Srinath, over to the stage. So the super couple of the day, Vishnu and Reshma. Vishnu and Reshma, please come over to the stage. Super couple of the day, ഒരു കോലിലേക്കാണ് അവതരിക്കുന്നത്. So let's give it up for Vishnu and Reshma. We are going to move on to the big part, which is the announcement of the main results. Appo let's start. Appo adinu mumba let's look at the നമുക്ക് ആ ടീച്ചർ top 10 finalists ഒന്ന് കണ്ടിട്ട് പോകാം. Okay? അഖിൽ ആൻഡ് അഭിരാമി ട്രിവാൻഡ്രം. MS മഹേഷ് ആൻഡ് ഷമീറ ട്രിവാൻഡ്രം. ഹിലാൽ KG ആൻഡ് പ്രീതി ട്രിവാൻഡ്രം. മൃദുൽ മുരളി ആൻഡ് ശ്രദ്ധ AR കണ്ണൂർ. സുനിൽ കുമാർ BS ആൻഡ് പാർവതി ചന്ദ്രൻ ട്രിവാൻഡ്രം. വിഷ്ണു ആൻഡ് രേഷ്മ ട്രിവാൻഡ്രം. ശ്രീദേവി ആൻഡ് സിദ്ധാർത്ഥ് ട്രിവാൻഡ്രം. ശ്യാം ആൻഡ് താര ട്രിവാൻഡ്രം. ദിവ്യ ആൻഡ് ശങ്കർ ട്രിവാൻഡ്രം. ഡെനി തോമസ് ആൻഡ് ലിനു പത്തനംതിട്ട. We have definitely got fantastic contestants. So can we announce the results? Are you guys ready? I need the energy, guys. Are you guys ready? Yes? Yes? Okay. The first runner-up of Swayamvara Silks Super Couple Contest 2021. I would like to welcome Mr. Nikhil N, Managing Director of Relations Media, over to the stage. I would also like to welcome our chief guest, Dr. Praveen Rana sir, over to the stage. Please, sir. For delivering the memento, I would like to welcome the very beautiful and talented Dr. Anuja Krishnan over to the stage. Please, ma'am. ഞാൻ ഈ പെർഫോമൻസ് കണ്ടു. ഫസ്റ്റ് റണ്ണപ്പിന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. എനിക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം മറ്റൊന്നുമല്ല, എല്ലാവരും വിജയികളാണ്. എല്ലാവരും വളരെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചത്. ഒരു വ്യത്യാസമില്ല, ഗംഭീര പെർഫോമൻസ് ആയിട്ടുള്ള സൂപ്പർ കപ്പിൾസ് ആണ് ഇവിടെ വന്ന എല്ലാവരും. പിന്നെ ആദ്യത്തെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കാണിച്ചു എന്ന് പറഞ്ഞു. സ്റ്റേജിൽ പെർഫോം ചെയ്തു, അത് തന്നെ
ഏറ്റവും വലിയൊരു വിജയമാണ്. മാത്രമല്ല ജീവിതത്തിലെ വിജയമാണ്. ഏറ്റവും അതിനേക്കാളേറെയുള്ള ഭീകരമായ വിജയം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിലേക്കുള്ള ചവിട്ടുപടിയാണ് നിങ്ങൾ ഇവിടെ കാണിച്ച വിജയം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിജയിച്ചു എന്നതുകൂടിയാണ് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. Hi everyone, good evening. So Swayambra Silks Super Couple Contest 2021 ഫസ്റ്റ് റണ്ണറപ്പിനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. Any guesses? Any guesses? No. Okay. ഞാൻ ജഡ്ജ് ചെയ്തപ്പോൾ ഐ കുഡന്റ് ആക്ച്വലി ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ. അത്രയ്ക്ക് നല്ല എൻട്രീസ് ആയിരുന്നു. ഐ റിയലി ഞാനും ഡോക്ടർ നിഷയും മൈ ഹസ്ബൻഡ് നമ്മൾ രണ്ടാളും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിന്നേഴ്സിലേക്ക് എത്തിപ്പറ്റിയത്. ബിക്കോസ് ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അത്രയ്ക്ക് നല്ല എൻട്രീസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ് എസ് ജഡ്ജസ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റണ്ണറപ്പിനെ അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനും ഒരു ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം വനിതാരത്നം എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയിൽ. സോ ദാറ്റ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഓൾസോ എ ബിഗിനിങ്. ഈ റണ്ണറപ്പ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു കപ്പിളിന് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഓൾ ദി അതർ എൻട്രീസ് ഐ ഹാവ് ടു ജസ്റ്റ് സേ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു ബിഫോർ ഐ അനൗൺസ് ദിസ്. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് റണ്ണറപ്പ്. ഇറ്റ് ഈസ് മഹേഷ് ആൻഡ് ഷമീറ. Congratulations, Mahesh and Shamira. The first runner of Swayambra Silks Super Couple Contest 2021. Please come on to the stage. Mahesh and Shamira. So thank you so much for taking part. Thank you so much for giving me an opportunity to judge you. Thank you so much. How is your baby doing? Great, great, great. So congratulations. Thank you so much, winners. Please be seated. Thank you so much, ma'am. I would like to welcome Dr. Nishan over to the stage. Second runner-up is Hilal KG and Pinta James. Second runner-up of Swayambra Silks Super Couple Contest 2021, Hilal KG and Preeti Khan. Please hand over the trophy. Let's give it up for Hilal KG and Preeti, everyone. A big round of applause, please. I would like to welcome the General Manager of Swayambra Silks, Mr. Ashokan, to come over and join us on stage. Title winner Akhil and Ashok. Congratulations, Akhil and Avrami, the title winner of Relations Media Broadcasting Presents Swayambra Silks Super Couple Contest 2021. A big round of applause, everybody. Akhil and Avrami, the title winner of Swayambra Silks Super Couple Contest. To Pavin, gold necklace, everybody. So, a big round of applause and congratulations. Moving on, the cap and crowning ceremony. A big round of applause. And now, capping the title winner, ma'am, please. Very talented, Mr. Shangal T over to the stage, our show director and business head of Reporter TV. A big round of applause, everybody.
സ്വയംവര സിൽക്ക് സൂപ്പർ കപ്പിൾ കോണ്ടസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ 2021. റിലേഷൻസ് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ്, ട്രിവാൻഡ്രം, കേരള.